ഹലോ ഫ്രണ്ട്സ്, മെഫ്സ്റ്റാൻ ക്രിയേഷൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ബെറ്റ ബ്രീഡിങ്ങിൻ്റെ പാർട്ട് 3 ആണ്. പാർട്ട് 1ഉം 2ഉം ഒക്കെ എല്ലാവരും കണ്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പാർട്ട് 1ൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് മെയിലിനും ഫീമെയിലും ബ്രീഡിങ്ങിന് വേണ്ടി ഒരുമിച്ചിടുന്ന വരെയായിരുന്നു. നമ്മൾ പാർട്ട് 2ൽ പറഞ്ഞു നിർത്തിയത് ബ്രീഡിംഗ് എല്ലാം കഴിഞ്ഞ് കുഞ്ഞുങ്ങൾ അതായത് എഗ്ഗ് ഹാച്ചാവുന്ന വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി പാർട്ട് 3ൽ അതിൻ്റെ ബാക്കി കണ്ടിന്യൂഷനാണ് കാണിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെ ഫുഡ് കൊടുക്കാണ്ടാത്തത് എന്താണ്, ഈ കാലയളവിൽ മെയിലിന് ഫുഡ് കൊടുക്കണോ, മെയിലിന് എപ്പോഴാണ് മാറ്റേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്, പാർട്ട് 3ൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി എഗ്ഗ് വിരിഞ്ഞ രണ്ടാമത്തെ ദിവസത്തെ കുഞ്ഞുങ്ങൾ കാണാം. ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് എഗ്ഗ് ഹച്ചായതിന് ശേഷം രണ്ടാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ബബിളൊന്നും പൊട്ടിയിട്ടില്ല, ബബിൾ അങ്ങനെ തന്നെ ഉണ്ട്. പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും കറക്റ്റായിട്ട് നീന്തണമൊന്നുമില്ല, എല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ്. ഒന്ന് രണ്ടെണ്ണമൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതല്ലാതെ കറക്റ്റായിട്ട് നീന്തുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മെയിലിന് ഇപ്പോൾ മാറ്റാൻ പാടില്ല. ഈ മെയിൽ നീന്താത്ത കുഞ്ഞുങ്ങളൊക്കെ ബബിളിലേക്ക് ഒട്ടിച്ച് വെക്കും. അതുകൊണ്ട് ആ ബബിളൊന്നും പൊട്ടിയിട്ടില്ല. ഇനി പൊട്ടിയത് തന്നെ ബബിൾ വേറെ ആ മെയിൽ വേറെ ബബിൾ ഉണ്ടാക്കും. ഈ സമയത്തൊന്നും ഈ രണ്ടാമത്തെ ദിവസമൊന്നും കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഫീഡ് ചെയ്യണമെന്നില്ല. അതിൻ്റെ എഗ്ഗിൻ്റെ ഓക്കി തന്നെ അതുങ്ങൾക്ക് തിന്നാനുള്ള ഫുഡ് ഉണ്ടാവും. ഇനിയിപ്പോൾ ഫുഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫോസോറി അങ്ങനെ അതുപോലുള്ള ചെറിയ ചെറിയ ലൈവ് ഫുഡുകൾ കൊടുക്കാം. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ദിവസം. നമുക്ക് മൂന്നാമത്തെ ദിവസം വന്ന് നോക്കാം, അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മൂന്നാമത്തെ ദിവസമാണ്. എഗ്ഗ് ഹാച്ചതിന് ശേഷം മൂന്നാമത്തെ ദിവസമാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ബബിൾ പൊട്ടിയിട്ടുണ്ട്. ആ ബബിളിൽ തന്നെ നോക്കി നമുക്ക് മനസ്സിലാക്കുക കുഞ്ഞുങ്ങൾ നീന്താറായില്ലെന്ന്. ഒരു ബബിൾ ഇപ്പോൾ കുറച്ചുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞുങ്ങളൊരു ഭൂരിഭാഗം നീന്തി തുടങ്ങി. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നത് കുഞ്ഞുങ്ങൾ നീന്തി തുടങ്ങിയിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ദിവസമാണ്. മൂന്നാമത്തെ ദിവസത്തിൽ നീന്തി തുടങ്ങും, പക്ഷേ എല്ലാം നീന്തി തുടങ്ങിയിട്ടുണ്ടാവില്ല. കുറച്ച് മീനുകളൊന്നും കുറച്ച് കുഞ്ഞുങ്ങളൊന്നും നീന്തി തുടങ്ങിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ദിവസത്തെ അവസ്ഥ. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു ബ്രീഡിങ് ടൈമിൽ മെയിലിനും ഫീമെയിലിനും ഫുഡ് കൊടുക്കണമെന്ന്. അത് മെയിലിനും ഫീമെയിലിനും ബ്രീഡിങ് ടൈമിൽ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് ഒരു 15 ദിവസം കണ്ടീഷൻ ചെയ്തിട്ടാണ് ബ്രീഡിങ്ങിന് വേണ്ടി വെക്കുന്നത്. ആ ടൈമിൽ നമ്മൾ പ്രോപ്പർ ഫുഡിങ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ദിവസങ്ങളിലൊരു ദിവസം ഒരു 3-4 പ്രാവശ്യം നമുക്ക് ഫീഡ് ചെയ്യാം. പക്ഷേ ആ 3-4 പ്രാവശ്യം കൊടുക്കുന്ന ടൈമിലും ഓവർ ഫീഡ് ആവാൻ പാടില്ല. ഒരു ഫിഷ് എന്തോരം തിന്നുന്നുണ്ടോ അതിനനുസരിച്ച് കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്തെ പ്രാവശ്യം കൊടുക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ കാലത്തെയും ഉച്ചക്കത്തെയും കൂടി ഒരുമിച്ച് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു പ്രാവശ്യം തന്നെ ആവശ്യത്തിൽ കൂടുതൽ കൊടുക്കരുത്. ഒന്നുമില്ലെങ്കിൽ ഫിഷിന് ഫുഡ് കൂടുതലായിട്ട് ഡൈജഷൻ പ്രോബ്ലം വന്നിട്ട് ചത്തുപോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് അവിടെ കിടന്നിട്ട് അമോണിയ വന്നിട്ട് ചത്തുപോകാൻ സാധ്യതയുണ്ട്. ഫീഡ് ആവശ്യമില്ലാത്ത ഫീഡുകൾ തിന്നാതെ അതിനകത്ത് കിടന്നിട്ട് അമോണിയ ചത്തുപോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി അങ്ങനെ ഓവർ ഫീഡ് ആവാതിരിക്കാൻ നോക്കും. അപ്പോൾ നമ്മൾ ഈ ബ്രീഡിങ് ടൈമിൽ ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ 15 ദിവസത്തെ കണ്ടീഷനിലെ ഫുഡിങ്ങിലാണ് ഇപ്പോൾ നമ്മുടെ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ ഫീഡിങ് കുറവാണെങ്കിൽ എന്താ പറയുക, കുഞ്ഞുങ്ങളുടെ എണ്ണം ചിലപ്പോൾ കുറയാം, ചിലപ്പോൾ ബ്രീഡ് ആവത്തില്ല, എന്താ പറയുക, അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങൾ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി ഫീഡിങ് പ്രോപ്പർ ആക്കിയിട്ട് ബ്രീഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ മൂന്നാമത്തെ ദിവസം ഇതാണ്. നമുക്ക് നാലാമത്തെ ദിവസത്തെ അവസ്ഥ ഒന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നാലാമത്തെ ദിവസമാണ്. അതായത് എഗ്ഗ് ഹാച്ചതിന് ശേഷം കുഞ്ഞുങ്ങളായതിനു ശേഷം നാലാമത്തെ ദിവസമാണ്. ഇപ്പോൾ നാലാമത്തെ ദിവസത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബബിൾ ഒരു കൊട്ടുമിക്കം പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി മെയിൽ ബബിൾ ഉണ്ടാക്കുകയൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുഞ്ഞുങ്ങളും നീന്തി തുടങ്ങിയിട്ടുണ്ട്. ഈ ദിവസം നമുക്ക് കുറച്ച് പണിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് കൊടുത്ത് തുടങ്ങണം. പിന്നെ മെയിലിനെ ഇതിനകത്ത് പിടിച്ച് മാറ്റിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മാറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് മെയിലിന് മാറ്റുകയാണെങ്കിൽ മെയിലിന് ഫുഡും കാര്യങ്ങളൊക്കെ മര്യാദ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ദിവസം ഫുഡില്ലാതെ കിടന്ന ആളല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇതിനെ പിടിച്ച് മാറ്റുന്നത് നല്ലതായിരിക്കും. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് മൈക്രോവമാണ്. മൈക്രോവം കൊടുക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. അല്ലെങ്കിൽ ഇൻഫോസോറിയ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ മൈക്രോവം ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നമുക്ക് മൈക്രോവം കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് മൈക്രോവം. അത് നമുക്കിപ്പോൾ കൊടുക്കുകയെന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിപ്പിളിലാക്കി കൊടുക്കുക. നിപ്പിളിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം കുത്തി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിപ്പിളിൽ കൊടുക്കുകയെന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ, അപ്പോൾ ഇതിൻ്റെ മേത്ത് ചിലപ്പോൾ പെട്ടെന്ന് പ്രഷർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്.
പിന്നെ ഒഴിച്ചു കൊടുക്കുന്ന നേരത്ത് പല സ്ഥലങ്ങളിലായിട്ട് എല്ലാ സ്ഥലത്തും ഒഴിച്ചു കൊടുക്കുക. ഒരു സ്ഥലത്ത് തന്നെ മാത്രം ഒഴിക്കാതെ പല സ്ഥലങ്ങളിലും ഒഴിച്ചു കൊടുക്കുക. അതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ സ്കാറ്റർ ചെയ്തായിരിക്കും നിൽക്കുന്നത്, അതായത് പല സ്ഥലങ്ങളിലും ചിന്നിച്ചെതിരായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പല സ്ഥലങ്ങളിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ മൈക്രോം 4ാമത്തെ ദിവസം തുടങ്ങി ഫീഡ് ചെയ്യാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിലിനെ പിടിച്ച് മാറ്റണം. നമുക്ക് മെയിലിനെ ഇതിനകത്ത് നിന്ന് പൊക്കാം. മെയിലിനെ മാറ്റാൻ നേരത്ത് പരമാവധി വെള്ളമൊന്നും പ്രശ്നമാക്കാത്ത രീതിയിൽ പിടിച്ച് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ശ്രമിക്കുക. പിന്നെ ഞാനിപ്പോൾ കൈയും വെച്ച് പിടിക്കുന്നത്, കൈയും വെച്ച് പിടിക്കാൻ എക്സ്പേർട്ട് അല്ലാത്ത ആൾക്കാർ പരമാവധി കൈയും വെച്ച് പിടിക്കാതിരിക്കാൻ നോക്കുക. നെറ്റോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിക്കാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇപ്പോൾ കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ആയി, ഇവിടെ കുറച്ച് വെള്ളമൊക്കെ ഇളകിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. പരമാവധി വലിയ ഇളക്കമൊന്നും ഇല്ലാതെ പിടിച്ച് മാറ്റാൻ നോക്കുക. അപ്പം എന്നിട്ട് ഒരു ഗ്ലൗസിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇതാണ് മെയിൽ. ഇപ്പോൾ ഞാൻ ഫ്ലാഷ് ഒക്കെ ഇപ്പോൾ ക്ലിയർ ആയിട്ട് അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കാം. ഇതാണ് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാനായിട്ട് മെയിൽ. മെയിൽ വല്ല പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല, ആളൊന്നും ക്ഷീണിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് പ്രോപ്പറായിട്ട് ഫുഡ് കൊടുക്കണം. ഇനി നമ്മൾ ഇതിനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ബദാം ലീഫിൻ്റെ എക്സ്ട്രാക്റ്റോ അല്ലെങ്കിൽ ബദാം ലീഫ് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഹീലായിക്കോളും. അല്ല ഫീമെയിലിൽ നിന്ന് കൊത്ത് കിട്ടുക അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഹീലായിക്കോളും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പാർട്ട് 3 കാര്യങ്ങൾ. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ലെങ്തി വീഡിയോ ആയി. പിന്നെ നമുക്ക് ഇനി തുടങ്ങി നമുക്ക് മൈക്രോംസ് വീഡിയോ തുടങ്ങാം. ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ. കമൻറ്റിന് ഉറപ്പായിട്ടും റിപ്ലൈ തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന അപ്പം തന്നെ ചിലപ്പോൾ റിപ്ലൈ കിട്ടിയിരുന്നിരിക്കില്ല, എന്തായാലും റിപ്ലൈ ചെയ്യും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മൈക്രോംസ് ഫീഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.